ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. അതിന്റെ ബാക്കി വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അച്ഛമ്മയുടെ പിറന്നാൾ ദിവസമാണല്ലോ. ചന്ദ്ര ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ ബാമയുടെ വീട്ടിലുള്ള ഒരു TV എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ബാമ. അത് വലിയ TV ആയതുകൊണ്ട് തന്നെ ബാമയ്ക്ക് അങ്ങോട്ട് എടുത്ത് പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓട്ടോയിലാണ് വന്ന് ഇറങ്ങിയത്. എന്നിട്ട് വീട്ടിനുള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ഗേറ്റിന്റെ അവിടുന്ന് തന്നെ ചന്ദ്രയെ ചന്ദ്രയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ ശബ്ദം രവിയും അതുപോലെ അച്ഛമ്മയും എല്ലാവരും കേൾക്കുന്നുണ്ട്. ബാമയുടെ ശബ്ദമാണല്ലോ അത് എന്ന് രവി പറയുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇവൾ എന്തിനാ പുറത്തു നിന്നും കണ്ട് കൂയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് ബാമ ആ TVയും പിടിച്ചു നിൽക്കുന്നത് കാണുന്നത്. നീ എന്തിനാ അവിടെ നിന്നും കണ്ട് ഒച്ചയെടുക്കുന്നത്, അത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുകയാണെ ചന്ദ്ര. പറ്റുവാണെങ്കിൽ ചന്ദ്ര ഞാൻ എടുത്തോണ്ട് വരില്ലേ, ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് നിന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു, പക്ഷെ നീ ഫോൺ എടുത്തില്ല. ഒരു വിധത്തിലാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചത്, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് വലിയ പെട്ടിയാണല്ലോ. അല്ല അമ്മ, എന്താ ബാമാൻറ്റി ഇത്രയും വലിയ ബോക്സ് ഒക്കെ എടുത്തോണ്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ആദ്യം ചെന്നിട്ട് അത് എടുത്തോണ്ട് വാ എന്ന് പറയാണ് ചന്ദ്ര. അത് പ്രകാരം തന്നെ ശ്രീകാന്ത് അവിടെ ചെന്നിട്ട് ബാമയുടെ കയ്യിൽ നിന്നും ആ ബോക്സും എടുത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ബാമയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കും എല്ലാവരും ആ ഗിഫ്റ്റ് കാണുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ബാമ നീ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അത് ഞാന് വാങ്ങിയതൊന്നുമല്ല, വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ബാമ അങ്ങനെ ഉരുണ്ടളിക്കാണേ. അപ്പോഴേക്കും ചന്ദ്രയുടെ കയറിയിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് പിറന്നാൾ ദിവസം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാമയുടെ അടുത്ത് ഞാൻ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞതാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിയും അതുപോലെ ശ്രുതി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഷോക്ക് അടിച്ച് ഇങ്ങനെ നോക്കുവാണേ. വർഷയാണെങ്കിൽ വന്നിട്ട് ഇത് അച്ഛമ്മയ്ക്കുള്ള ആന്റിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ വാങ്ങിയതോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കാതെ രവി ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. അതെ, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാമയുടെ അടുത്ത് ഞാനാ പറഞ്ഞത് ഈ ഗിഫ്റ്റ് മേടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ സ്പെഷ്യൽ ഗിഫ്റ്റ് അച്ഛമ്മേണ്ടത് ആന്റി തന്നെ മേടിച്ചെടുക്കും എന്നുള്ള കാര്യം. അമ്മ ഇങ്ങനെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നാണ് സുധിയും പറയുന്നത്. അപ്പോഴും രവിക്ക് വിശ്വാസമാവുന്നില്ല കേട്ടോ. അല്ല ചന്ദ്രേ, നീ തന്നെയാണോ ഇത് മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിലെന്താ രവിയായിട്ട് എത്ര സംശയിക്കാനിരിക്കുന്നത്? ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതല്ലേ അമ്മയ്ക്ക് വലിയ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യം, പക്ഷെ നിങ്ങൾ അത് വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് കരുതിയിട്ട് എനിക്ക് അങ്ങനെ ഒഴിവാക്കി വിടാൻ വേണ്ടി പറ്റുമോ? എന്റെ അമ്മായിമ്മയല്ലേ, അപ്പോ ഞാൻ മരുമകൾ എന്നുള്ള ഈ രീതിയിൽ എനിക്കും കടമകളില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ തന്നെ നമ്മുടെ രവിക്കിട്ടൊരു നുള്ളു കൊടുക്കുന്നുണ്ട്. കാരണം വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഇത് യഥാർത്ഥമാണോ അതോ സ്വപ്നമാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അച്ഛമ്മ പറയാണ്. അമ്മ എന്തിനാ എന്നെ നുള്ളി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ലടാ ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ചന്ദ്രയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രവി പറയുന്നുണ്ട്, രാവിലെ മുതൽ അമ്മ ഞാൻ സ്വയം എന്നെ നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചന്ദ്രയുടെ സ്നേഹം കണ്ടിട്ട്. നിങ്ങൾ ചുമ്മാ എന്നെ കളിയൊക്കൊന്നും വേണ്ട, ശ്രീകാന്ത് അതെടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറ്റി വെക്കാൻ പറയുന്നുണ്ട്. അല്ല ചന്ദ്ര, ഈ ഗിഫ്റ്റ് എനിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുമ്പോ അതെ, ഞാൻ ഈ സാധനം വെച്ചിട്ട് എന്ത് ചെയ്യാനാ എന്നുള്ള കാര്യം കൂടി അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. അമ്മ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് സീരിയൽ കാണുന്നതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളത് പഴയ TV അല്ല, അപ്പോ മാറ്റി പുതിയ TV ആകുമ്പോൾ അമ്മയ്ക്ക് നല്ല വ്യക്തതയോട് കൂടിയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഞാന് കടയിൽ നിന്ന് ഇവളടുത്ത് മേടിച്ചോണ്ട് വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴേക്കും അമ്മയെന്ന് വിളിച്ചും കൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണോ എന്നുള്ള കാര്യം. TV പിന്നെ കടയിൽ നിന്നില്ലാണ്ട് പിന്നെ വേറെ എവിടുന്നാ മേടിക്കുക എന്നുള്ള കാര്യം ബാമ ചോദിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ശ്രുതി ചോദിക്കുന്നത് ഏത് കടയിൽ നിന്നാണെന്നാണ്. അത് ബാമയ്ക്ക് അറിയാവുന്ന ഒരു കടയിൽ നിന്നാണെന്നുള്ള കാര്യം ചന്ദ്രവതി പറയുമ്പോഴേക്കും ഇതും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. ഇപ്പൊ പരസ്പരം രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ശ്രുതി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, അവന് സ്വന്തമായിട്ട് ഒരു കട വെച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു കടയിൽ പോയിട്ട് വാങ്ങിയത് തെറ്റാണ് എന്നുള്ള കാര്യമാണ്. അത് ബാമയ്ക്ക് കറക്റ്റ് നന്നായിട്ട് അറിയുന്ന ആളാണ് ഓണർ, അതുകൊണ്ട് അവിടുന്ന് മേടിച്ചു എന്നേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് ശ്രുതിക്ക് ഭയങ്കര കോംപ്ലക്സ് ആവാണ്. കാരണം അവൻ കട വെച്ചിട്ടുണ്ട്, ഞാൻ അമ്മയുടെ മകനല്ലേ, എന്നിട്ട് മറ്റൊരു കടയിൽ പോയി വാങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നത് അവിടുന്ന് മേടിക്കായിരുന്നെങ്കിൽ സുധിയേട്ടൻ പൈസ കുറച്ച് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അത് MRP റേറ്റിലല്ലേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ പിന്നെ ഏത് കടയിൽ നിന്ന് കൊടുത്താൽ എന്തായാലും സുധിയേട്ടൻ ഇത്രയും വലിയൊരു കട വെച്ചിട്ട് സുധിയേട്ടന്റെ കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയോ? ഇല്ലല്ലോ. അമ്മ മേടിച്ചു കൊടുത്തത് നീ കണ്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴും ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്റെ കടയിൽ നിന്ന് വാങ്ങാമായിരുന്നു. ശ്രുതി ആ കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതിയുടെ വായിൽ നിന്ന് അറിയാതെ വീണുവാണ് കേട്ടോ, ഇതെടാ പഴയതാണ് എന്നുള്ള കാര്യം. അപ്പൊ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ. അത് കേട്ട ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ടോ, അപ്പൊ ആന്റി ഈ സാധനം പുതിയതല്ലേ, പഴയതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല TV പുതിയതാണ്, പക്ഷെ ബാമയ്ക്ക് ആ കട പഴയത് പണ്ട് കാലം മുതലേ അറിയാം, അത് പഴയതാണെന്നാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് അവിടുന്ന് വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ചന്ദ്ര. കേൾക്കുമ്പോ ബാമയും ചന്ദ്രയെ സപ്പോർട്ട്
മറുപടി എന്ന രീതിയിൽ അതെ ഇതെനിക്ക് മുൻപേ അറിയുന്ന കടയാണ്, കുറച്ച് പഴയ കട ആയതുകൊണ്ട് തന്നെ ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ചതാണ്. അതെ ഓഫറിൽ മേടിച്ചതാണ്. പിന്നെ കുറച്ചായിട്ട് എനിക്ക് ബാമയ്ക്ക് പൈസ കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ അതൊക്കെയാണോ പ്രധാനമായിട്ടുള്ള കാര്യം? അമ്മയ്ക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടാവാതിരിക്കോ ചന്ദ്രേ? എന്തായാലും നീ എനിക്ക് മേടിച്ചു തന്ന സാധനമല്ല, നീ എനിക്ക് മേടിച്ചു തരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതില് എനിക്ക് ഭയങ്കര സന്തോഷം എന്നുള്ള കാര്യം പറയുമ്പോ എന്നുള്ളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രയും ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം അമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് എന്തെന്ന് ചോദിക്കാണ് കേട്ടോ. ചന്ദ്ര അല്ല അമ്മയ്ക്ക് നീ മേടിച്ചു കൊടുത്ത സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് പറയായിരുന്നു. അങ്ങനെ ഇവരുടെ സംസാരത്തിന്റെ ഇടയ്ക്കാണ് നമ്മുടെ രേവതി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ റോൾഡ് ഗോൾഡ് സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. രേവതിയുടെ വരവ് കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്കും അതുപോലെ സുധിക്കും ആകെ ടെൻഷനായിട്ട് അവരുടെ മുഖഭാവമൊക്കെ മാറിയിട്ട് ഇങ്ങനെ രേവതിയെ തന്നെ നോക്കി നിൽക്കുവാണേ. രേവതി ആഭരണങ്ങളൊക്കെ ഇട്ട് കാണുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, നീ ആഭരണങ്ങൾ ഇട്ടപ്പോ കുറച്ചും കൂടി സുന്ദരിയായിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ രേവതിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാണ് രേവതി കാണുന്നത്. ഇത് എന്താണെന്നുള്ള കാര്യം ചോദിക്കുകയാണ് രേവതി. ഇത് TV ആണെന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ നമ്മുടെ വീട്ടിലേക്കാണ്, പക്ഷേ അമ്മ അച്ഛമ്മയുടെ വീട്ടിലേക്ക് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത എന്നുള്ള കാര്യം പറയുകയാണേ. ബാമാന്റിയാണ് മേടിച്ചു കൊണ്ടേ കൊടുത്തതെന്നുള്ള കാര്യം കൂടി അറിയിക്കുമ്പോൾ എത്ര രൂപയാണെന്നുള്ള കാര്യം ബാമയുടെ അടുത്ത് രേവതി ചോദിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ ബാമയാണെന്നുണ്ടെങ്കിൽ എനിക്കെങ്ങനെ അറിയുന്നത് ഇത് എന്റെ മകൻ മേടിച്ചുകൊണ്ട് വെച്ചതല്ലേ എന്നുള്ള കാര്യം പറയാണ്. അപ്പൊ ആന്റി മേടിച്ചു എന്നല്ലേ അമ്മ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല എന്റെ മോൻ അറിയുന്ന കടയായതുകൊണ്ട് എത്ര രൂപയാണെന്നൊന്നും അറിയില്ല, ഓഫറിലാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ട് പോന്നു. അതിനിടയ്ക്കും ചന്ദ്രമതിയും അതുപോലെ തന്നെ സുധിയും കൂടി മാറി നിൽക്കുന്നുണ്ട്. സുധി അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ പഴയ ആളല്ലേ, അതുകൊണ്ട് തന്നെ രേവതി കവറിംഗ് സ്വർണ്ണം ഇട്ടത് അച്ഛമ്മ കണ്ടുപിടിക്കോ എന്നുള്ള ഭയം ഉണ്ടെന്ന് പറയുമ്പോ നീ നിന്റെ ബാബച്ചിട്ട് ചുമ്മാ ഇരുന്നാൽ മതി, ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല. തുടർന്ന് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അടുക്കളയിലേക്ക് പോവാണ്. സുധി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണല്ലോ. സുധിക്ക് അരികിലേക്ക് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല സുധിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധിക്ക് വീണ്ടും ടെൻഷൻ ആവുകയാണ്. എന്ത് മനസ്സിലായി എന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോ എനിക്കറിയാം അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആന്റിക്ക് പോയെന്നുള്ള ഭയമല്ലേ, പേടിക്കൊന്നും വേണ്ട, ഞാൻ ആന്റിക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ സുധിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും അച്ഛമ്മയ്ക്ക് എല്ലാം ഇഷ്ടപ്പെടും, നമുക്ക് തന്നെ ഗിഫ്റ്റ് കിട്ടുന്നൊക്കെ പറയണേ. എന്തായാലും നോക്കാം എന്നുള്ള കാര്യം സുധിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്തും അതുപോലെ സുധിയും കൂടി ചേർന്നിട്ട് കേക്ക് ഇതാക്കാനുള്ള ടേബിളൊക്കെ പിടിച്ചിടുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ബാമ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും അമ്മയുടെ പിറന്നാളിന് നല്ല ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം രവിയേട്ടന്റെ പരിപാടിയാണ്, എനിക്ക് വേണ്ടിയിട്ട് പോലും ഇത്രയും നാളായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല, അമ്മ എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും പുള്ളി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയുടെ അമ്മയും അതുപോലെ അനിയത്തിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതിയുടെ അമ്മയും അതുപോലെ അനിയത്തിയൊന്നും വന്നതൊന്നും ചന്ദ്രയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇറ്റികളൊക്കെ എന്തിനാ വന്നതെന്നുള്ള കാര്യം ഇങ്ങനെ ബാമയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഫംഗ്ഷൻ ആകുമ്പോൾ എല്ലാവരും വരില്ല ചന്ദ്ര എന്നുള്ള കാര്യം ബാമ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് സുഖാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് സുഖത്തിന് ഒരു കുറവില്ല, ഈ 80-ാം വയസ്സിലും ഞാനിങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നത് കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര അവിടുന്ന് കാക്കുന്നുണ്ട്. അതെന്താ ചന്ദ്ര നിനക്ക് പെട്ടെന്ന് ഒരു ഒച്ചയെടുപ്പ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല ഇങ്ങനെയൊക്കെ ശബ്ദം വരുന്നത് നമ്മളോട് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ എന്നുള്ള കാര്യം ചന്ദ്ര പറയണേ. അപ്പോഴേക്കും അച്ഛമ്മയെ കളിയാക്കുന്ന രീതിയിലാണ് ചന്ദ്ര പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും എന്റെ 80-ാം വയസ്സിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ പാവൻ ചന്ദ്ര എന്ന് പറയുന്നുണ്ട്. അതെന്ത് പറ്റി അമ്മ എന്ന് രവി ചോദിക്കുമ്പോ അല്ല അവക്ക് ഇപ്പോഴേ ഓരോരോ അസുഖങ്ങൾ വന്നു തുടങ്ങി, അങ്ങനെയാണെങ്കിൽ അമ്മ ഞാൻ അവളെ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാം എന്ന് രവി പറയണേ. അപ്പൊ ചന്ദ്ര ആകെ നാണം കെട്ട പോലെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛമ്മ ദേവുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ദേവു നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം, നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറയാണ്. അതിനിടയ്ക്ക് ദേവു ഹാപ്പി ബർത്ത്ഡേ അച്ഛമ്മ എന്നുള്ള കാര്യം പറയുമ്പോ വർഷേ നീ എന്തോ പറഞ്ഞല്ലോ ഇതിന് മറുപടി ആയിട്ട് പറയണമെന്ന്, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞാൽ മതി അച്ഛമ്മ എന്നുള്ള കാര്യം വർഷ പറയുമ്പോ അതുപോലെ തന്നെ ദേവുവിന്റെ അടുത്ത് അച്ഛമ്മ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവും അച്ഛമ്മയുടെ കാല് തൊട്ടിട്ട് ആശീർവാദമൊക്കെ മേടിക്കുന്നതൊക്കെ ഉണ്ട്. എന്തായാലും 80 വയസ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അമ്മ 4 തലമുറ കണ്ടു എന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്ന സമയത്ത് 5-ാം തലമുറയും കാണണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഈ വീട്ടിലെ മരുമക്കൾ വിചാരിക്കണം എന്നുള്ള കാര്യം പറയുകയാണെ. അങ്ങനെ ഇവരുടെ സംസാരത്തിനിടയ്ക്ക് രവി പറയുന്നുണ്ട് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട്, അതെടുക്കാൻ വേണ്ടിയിട്ട് രേവതി ആണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ദേവുവിന്റെ അടുത്ത് ഇപ്പോ ഈ വർഷം നിന്റെ പഠിത്തം അവസാനിക്കുന്നല്ലേ പറഞ്ഞത്, ഇനി അടുത്തത് കല്യാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അയ്യോ അച്ഛമ്മ ഇപ്പൊ അതൊന്നും വേണ്ട എന്നുള്ള കാര്യം ദേവു പറയണേ. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ ഞങ്ങൾ മാത്രം കഷ്ടപ്പെട്ടാൽ മതിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ശ്രീകാന്ത് അങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും വർഷ എന്തെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ജസ്റ്റ് കിഡിങ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാണേ. അതിനിടയ്ക്ക് രേവതി ആണെങ്കിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് വീണ്ടും പറയാണ്, എന്തായാലും പഠിത്തമൊക്കെ കഴിഞ്ഞില്ല ആന്റി, ഉടനെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്ക്, അതാണ് നല്ലത് എന്നുള്ള കാര്യം. ശ്രീകാന്ത് നീ പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാനും അതുപോലെ ചെയ്യണമെന്നുണ്ടോ, പിന്നെ നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഞാൻ നല്ല ജോലിക്ക് പോകുന്നുള്ള കാര്യം പറയണേ. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷയും പറയുന്നുണ്ട്, അതെ നമ്മൾ നല്ല ജോലിക്ക് പോയിട്ട് സ്വന്തം കാലിൽ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. എന്താ ശ്രുതി ചേച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ നമ്മൾ എപ്പോഴും സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, അപ്പോഴേ നമുക്ക് നല്ലൊരു വില ഉണ്ടാവുള്ളൂ എല്ലായിടത്തും. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന അച്ഛമ്മ പറയുന്നുണ്ട്, ജോലിക്ക്
ജോലിക്ക് പോകുന്നത് പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ കല്യാണം നോക്കണമല്ലോ. അത് കേൾക്കുമ്പോൾ എന്തായാലും പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. എന്തായാലും നല്ലൊരു ഇടം കിട്ടണോ എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെ നിങ്ങളുടെ മൂത്ത വാൾക്ക് കിട്ടിയതുപോലെയാണോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വേറെ ആരെങ്കിലും ബസ് ഓടിച്ചിട്ട് വേറെ ആരുടെങ്കിലും മേല് കൊണ്ടേ ഇടിച്ചാ കിട്ടും എന്നൊക്കെ പറയാണ്. ചന്ദ്ര അങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. കയ്യിലുള്ള ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഒരൊറ്റ എഴുന്നേക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി ഇരുന്നോടന്ന് അങ്ങോട്ട് എഴുന്നേക്കുന്നുണ്ട്. നീ എന്ത് വർത്താനടി പറയുന്നുള്ള കാര്യം ചോദിച്ചിട്ട് അല്ല അമ്മ ഞാൻ നടന്ന കാര്യമാണല്ലോ പറഞ്ഞത്. അത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് നിന്റെ അടുത്ത് ഇപ്പൊ ആ കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? നല്ലൊരു ദിവസമായിട്ട് ചന്ദ്ര നീ എന്തൊക്കെയായി സംസാരിക്കുന്ന കാര്യവും കൂടി രവി ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ അച്ഛമ്മ ഇത്രയും വയസ്സായിട്ടും നിനക്ക് എവിടെയാണ് എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ലേ ചന്ദ്ര? ഇന്ന് ഒരു ദിവസമെങ്കിലും നിന്നെ അടുത്ത് ഒന്നും പറയരുതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് മിണ്ടാതെ വായടച്ചിരുന്നോണം. അത് കഴിഞ്ഞ് രവിയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കരുത്, മനസ്സിലൊന്നും വെക്കരുത് എന്നുള്ള കാര്യം. അപ്പോഴേക്കും രേവതി പറയുന്നത് അച്ഛാ ദേവു പറഞ്ഞതുപോലെ തന്നെ അവള് പഠിച്ച് അവൾക്ക് സ്വന്തമായിട്ടൊരു ജോലിയായ അവൾക്ക് സ്വന്തമായിട്ടൊരു അടയാളമാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് കല്യാണം മതി. എന്നാൽ മാത്രമേ അവൾക്ക് പോകുന്നിടത്ത് ഒരു മര്യാദ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കയറി വന്ന എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കുത്തി നോവിക്കും. അങ്ങനെ ഒരു ജീവിതം എന്റെ അനിയത്തിക്ക് വേണ്ട. അത് കേട്ട ഉടനെ തന്നെ ഭാമ പറയുന്നുണ്ട് ചന്ദ്രേ നിന്നെയാണ് അവളെ കുത്തി കാണിച്ചത് എന്നുള്ള കാര്യം അറിയാം. കുത്തി കെട്ടപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പിറുപിറുക്കുന്ന രീതിയിൽ ചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ പറയുന്നത് രേവതി എല്ലാ അമ്മായിമ്മമാരും ഒരുപോലെ ആയിരിക്കില്ല. ചില ബുദ്ധിയില്ലാത്ത ജാതികളും ഉണ്ടാവും രണ്ടും കെട്ടേറ്റിങ്ങള്. പക്ഷെ നല്ല അമ്മായിമ്മമാരും ഉണ്ടാവും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഭാമ വീണ്ടും ചന്ദ്രന്റെ അടുത്ത് പറയാൻ കേട്ടോ ഇതും നിന്നെ കുറിച്ച് നിന്നെയാണ് കുത്തി കാണിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നീ ഡബിങ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാൻ കേട്ടോ. അമ്മയുടെ അടുത്ത് ദേഷ്യം പിടിച്ചിട്ട് ചന്ദ്ര നല്ലൊരു പയ്യനെ തന്നെ കിട്ടും. സച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ രേവതി, അവൻ നല്ലൊരു പയ്യനെ തന്നെ കണ്ടെത്തിക്കോളും. ഞാനും അവന്റെ അടുത്ത് പറയാ എന്നുള്ള കാര്യം പറയാണേ. എന്നാൽ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും തമാശ പറയുന്ന രീതിയിൽ പറയുന്നുണ്ട് അച്ഛമ്മേ ആ പയ്യന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ചെറിയൊരു പേടി തോന്നുന്നത്. എന്താ കാര്യം ചോദിക്കുമ്പോ ഓവറായിട്ട് സംസാരിക്കുന്ന പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ച് ഡേഞ്ചർ ആണ്. പക്ഷേ ഇത് എന്നെ കുറിച്ച് പറയുന്നത് പോലെ ഇല്ലല്ലോ എന്നുള്ള കാര്യം ദേവു പറയുന്ന സമയത്ത് ഞാൻ അവളെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. പക്ഷെ അവളെ തിരിച്ചുവിടുക എന്നുള്ള കാര്യമാണ് ശ്രീകാന്ത് മുങ്ങാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഇവനെ പോലത്തെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പേടിക്കേണ്ടത്, അവരാണ് ഡേഞ്ചർ. എന്തായാലും ദേവു നീ നല്ലൊരു പയ്യനെ തന്നെ നോക്കിയിട്ട് കല്യാണം കഴിച്ചോ എന്നാണ് വർഷ പറയുന്നത്. സംസാരിക്കുന്ന പയ്യനോ സംസാരിക്കാത്ത പയ്യനോ ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നല്ലൊരു പയ്യനെ കണ്ടെത്തണം എന്നുള്ള കാര്യമാണ് രവി പറയുന്നത്. അങ്ങനെ ഇവരുടെ സംസാരം കേട്ടിട്ട് ചന്ദ്ര അതുപോലെ ഭാമിച്ചിരി മാറി നിൽക്കുവാണല്ലോ ചെയ്യുന്നത്. ചന്ദ്രമതി പറയുന്നുണ്ട് ഭാഗ്യം എന്തായാലും ഇനി എനിക്ക് ഒരു മകനും കൂടി ഉണ്ടാവാണ്ടിരുന്നത്, ഇല്ലെങ്കിൽ ഇവളെയും കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നേ എന്നുള്ള കാര്യം പറയാണേ. അത് ശ്രീകാന്ത് മൂലം വരേണ്ടതായിരുന്നല്ലോ, ജസ്റ്റ് മിസ്സല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ശ്രീകാന്തായിട്ട് അവളെ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടില്ലേ, ഇവരുടെ ഫാമിലി മൊത്തം ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം തോന്നുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ ചന്ദ്ര. അതിനിടയ്ക്ക് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സച്ചി പുറത്തു പോയതെന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു ബലൂണൊക്കെ വിരിപ്പിച്ച് അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ശ്രുതി അങ്ങോട്ട് പോകുന്നത് കാണുമ്പോഴേക്കും ശ്രുതിന്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛമ്മ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടേ എന്നുള്ള കാര്യം നെക്സ്റ്റ് ജനറേഷനെ കുറിച്ചിട്ടാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പറേഷൻസ് ആരംഭിക്കണ്ടേ, നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ അന്ന് റിസോർട്ടിൽ റൂം എടുത്ത് അന്ന് പറഞ്ഞല്ലോ വരാൻ വേണ്ടിയിട്ട്, പക്ഷെ നീ വന്നില്ല എന്ന് പറയുമ്പോൾ അന്ന് ജോലി ഉള്ളത് കൊണ്ടല്ലേ എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ്, നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് 1 lakh പ്രോഫിറ്റ് കിട്ടിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇനിയും ഇതുപോലെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ബലൂൺ അങ്ങ് പൊട്ടിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത്. ബലൂൺ പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധ ശ്രുതിയുടെ അരികിലേക്ക് ആവാണ്. എന്താടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, സൂക്ഷിച്ചൊക്കെ ചെയ്യടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ രവി. അതിനിടയ്ക്ക് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബലൂണൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വർഷയുടെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്വീകരണമൊക്കെയാണ്. ചെന്നിട്ട് വാ മഹിമ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട്. അച്ഛമ്മയുടെ അടുത്ത് ഇതാണ് വർഷയുടെ അമ്മ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവി പരിചയപ്പെടുത്തുന്ന സമയത്ത് എനിക്കറിയാം. അതിനിടയ്ക്ക് ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ വരൂ നിങ്ങൾ ഇരിക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ച്. പക്ഷെ അത് മഹിമയ്ക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല ഞാൻ ചന്ദ്രയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറയാണേ. അതല്ല നിങ്ങൾ എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഒറ്റയ്ക്കാണല്ലോ വരുന്നത്, എന്താ നിങ്ങളുടെ ഹസ്ബൻഡ് വന്നില്ലേ എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുമ്പോ അത് ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് മഹിമ തുടങ്ങുമ്പോഴേക്കും ചിലപ്പോൾ പുറത്തു പോയിട്ടുണ്ടാകും അല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ. കാരണം എപ്പം പോയാലും ഔട്ട് ഓഫ് സ്റ്റേഷൻ അതാണ് ഇതാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുന്ന രീതിയിലാണ് നമ്മുടെ രവി ചോദിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രയ്ക്കാണെങ്കിൽ വിഷമാവുന്നുണ്ട്. മഹിമയെ അങ്ങ് താഴ്ത്തി കെട്ടുന്ന രീതിയിലാണല്ലോ സംസാരിച്ചത്. അതിപ്പോ എന്താ പ്രശ്നം, നിങ്ങളെ പോലെ റിട്ടയർഡ് ആയിട്ട് ഇരിക്കുമെന്നല്ലോ വീട്ടില്, അവര് ഇപ്പോഴും സർവീസിലല്ലേ, അപ്പോ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടാവും, അവർക്ക് തോന്നുന്ന സമയത്ത് അവർ വരട്ടെ, മഹിമ നീ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വാറ്റിക്കാണ്ട് കൊണ്ടുപോവാണ്. അതിനിടയ്ക്ക് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് മഹിമയ്ക്ക്. അച്ഛമ്മയും അതുപോലെ ലക്ഷ്മിയും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അച്ഛമ്മ ലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെ പോകുന്നു നിന്റെ വ്യാപാരമൊക്കെ എന്നുള്ള കാര്യം. അതൊക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഇനിയിപ്പോ ആടിമാസമൊക്കെ ആണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ കല്യാണമൊന്നും ഉണ്ടാവില്ല അധികം. പിന്നെ അമ്പലങ്ങളിലേക്ക് കെട്ടിക്കൊടുക്കുന്ന മാലകൾ തന്നെയായിരിക്കും അധികമായിട്ട് കൊടുക്കുന്നത്. അതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ചന്ദ്ര കേൾക്കുന്നുണ്ട്. അപ്പൊ മഹിമയുടെ മുമ്പിൽ അവരൊന്ന് കൊച്ചാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ വലിയ എയറോപ്ലെയിൻ ബിസിനസ് അല്ലേ നടത്തുന്നത്, 2 പൂ കെട്ടി വെക്കുന്നതിനാണ് ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ നൽകുന്നതെന്ന് പറയാണ്. അതിന്
അതിനിടയ്ക്ക് നമ്മുടെ ദേവുവിന്റെ കയ്യിൽ നിന്നും ഒരു ബലൂണ് പൊട്ടുന്നുണ്ട്. ഇതെന്താ ശ്രീകാന്ത് ബലൂണ് നോക്കി വാങ്ങില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഈ ബലൂണൊക്കെ പൊട്ടാതിരിക്കുന്നുണ്ടല്ലോ, ഒരെണ്ണം പൊട്ടിയാണോ നീ ഇങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ അത് ശരിക്കും നോക്കി മേടിക്കാത്തത് കൊണ്ടാണ് തന്നെയാണെന്നുള്ള കാര്യം ദേവു പറയുന്നുണ്ട്. ഓ, നിന്നെ കെട്ടാൻ വേണ്ടി പോകുന്ന ഒരു പയ്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്, നിനക്കൊരു പയ്യനെ കിട്ടുമെന്നുള്ള കാര്യം സംശയമാണെന്നൊക്കെ പറയാണ്. നിനക്കൊരു പെണ്ണിനെ കിട്ടില്ലേ, പിന്നെ എങ്ങനെയാ എനിക്കൊരു പയ്യനെ കിട്ടാതിരിക്കുക? കുറച്ച് ഡൗട്ടുള്ള കാര്യം തന്നെയാണ്. ഇനിയിപ്പോ ഒരു ചെക്കനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിന്റെ സംസാരം കേട്ടുകഴിഞ്ഞാൽ അവൻ ഓടിപ്പോകുന്നൊക്കെ പറയണേ. അപ്പോഴേക്കും ശ്രീകാന്തിനെ അടിക്കാൻ വേണ്ടിയിട്ട് പുറകെ ഓടുന്നുണ്ട് കേട്ടോ ദേവു. അതൊന്നും കണ്ടിട്ട് അവിടെയുള്ള ആർക്കും അത്ര അങ്ങ് ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടില്ലേ ഈ രേവതിയുടെ അനിയത്തി ശ്രീകാന്തിന്റെ അടുത്ത് കൊഞ്ചി കുഴയുന്നത്. അയ്യോ, ഈ മഹിമയ്ക്കാണെങ്കിൽ ദേഷ്യമാവുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. മഹിമയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ അവർ ഓടിയിട്ട് നേരെ ചെല്ലുമ്പോൾ അവിടെ വർഷ അങ്ങോട്ടേക്ക് വരികയാണ്. വർഷയെ കാണുമ്പോഴേക്കും ഇവർ രണ്ടുപേരും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ വർഷയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യഭാവത്തിൽ ഇങ്ങനെ നോക്കുന്ന രീതിയിലാണ് രണ്ടുപേരെയും നോക്കുന്നത്. അതിന് രണ്ടുപേർക്കും ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. ശ്രീകാന്തെ നീ എന്താ ചെയ്യുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അയ്യോ വർഷയ്ക്ക് ദേഷ്യം പിടിച്ചു എന്നാണല്ലോ തോന്നുന്നത്, ഇനി അത് വലിയ പ്രശ്നമാവുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഭാമയുടെ അടുത്ത്, പിന്നെ ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ കളിച്ച് കൊഞ്ചുന്ന കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ, വർഷ നല്ല കണക്കിന് കൊടുക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുവാണേ. ഇത് കാണുമ്പോൾ മഹിമയും പ്രതീക്ഷിക്കുന്നുണ്ട് വർഷ നല്ല കണക്കിന് കൊടുക്കും എന്നുള്ള കാര്യം. അയ്യോ വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ, നല്ല ചീത്ത വിളിക്കുന്നാണല്ലോ തോന്നുന്നൊക്കെ മഹിമ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വർഷയുടെ അടുത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അവള് എന്നെ അടിക്കാൻ വേണ്ടി വന്നതാന്നുള്ള കാര്യം പറയാണ്. അത് കേൾക്കുമ്പോ ദേവ് പറയുന്നത്, എനിക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ സംസാരം കേട്ടിട്ട് ആ പയ്യൻ ഓടിപ്പോകുന്നുള്ള കാര്യം പറഞ്ഞത് കൊണ്ടാണ് എന്ന് കരുതിയിട്ട് ഇങ്ങനെയാണോ അടിക്കാന്നുള്ള കാര്യമാണ് വർഷ ചോദിക്കുന്നത്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെ വേദനിക്കുന്നത്, ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുത്തുകയാണ് കേട്ടോ ശ്രീകാന്തിന് ഇട്ടിട്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ശ്രീകാന്തിന് ഇട്ടിട്ട് പൊരിക്കുന്നത്. എല്ലാവരും സീന് വിചാരിക്കുന്നത് ഇപ്പോ രേവതിയുടെ അനിയത്തി അങ്ങ് ചീത്ത വിളിക്കും വർഷ എന്നുള്ള കാര്യമാണ്. പക്ഷെ വർഷ എല്ലാം ആ ഒരു മൈൻഡിൽ എടുക്കുക എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കാണുമ്പോൾ സുധിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. സുധി പറയുന്നുണ്ട്, എന്താ കുട്ടികളെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി സമയമാവാറായില്ലേ, എല്ലാരും പോയിട്ട് ജോലി നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോ വർഷ വയ്ക്കുന്നുണ്ട്, ഇവരെന്താ മിലിറ്ററി ഓഫീസറെ പോലെ ഓർഡർ ഇടുന്നത്. അപ്പൊ സുധി പറയുന്നുണ്ട് കേട്ടോ പോടാ എന്നുള്ള കാര്യം. അപ്പോഴേക്ക് യെസ് സാർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സല്യൂട്ട് അടിക്കാണ്. മൂന്ന് പേരും ചിരിച്ചുകൊണ്ട് അവർ വീണ്ടും ശ്രീകാന്തിനെ അടിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഓടി പോവാണ്. അത് കഴിഞ്ഞ് രേവതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് വരുന്ന കാണുമ്പോഴേക്കും, അല്ല നിന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ രേവതി ഒന്ന് കുത്തണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇല്ല സച്ചേട്ടൻ ട്രിപ്പിന് പോയിരിക്കുക എന്നുള്ള കാര്യം പറയണേ. ഇപ്പൊ വരുന്നും കൂടി പറയുമ്പോ, ഓഹോ ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് ജോലിക്ക് പോയിട്ട് നിനക്ക് ഒരു സ്വർണ്ണമാല പോലും മേടിച്ചു തരാൻ വയ്യ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, കവറിംഗ് സ്വർണ്ണം ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ നോക്കുവാണ്. ഇപ്പോഴത്തെ കാലത്ത് സ്വർണത്തിന് വെല്ലുന്ന രീതിയിലാണ് കവറിംഗ് സ്വർണം വന്നിരിക്കുന്നത്. അല്ല ഈ സ്വർണത്തിനൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. എന്നിട്ട് കവറിംഗ് ഇട്ടിരിക്കുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, അത് കവറിംഗ് അല്ല സ്വർണ്ണാണെന്നുള്ള കാര്യം ലക്ഷ്മി പറയാണ്. നിങ്ങൾ കവറിംഗ് സ്വർണ്ണമാണ് ഇട്ട് കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്തത്, അത് ഒറിജിനൽ സ്വർണം തന്നെയാണെന്നുള്ള കാര്യം പറയുമ്പോൾ രേവതിയും പറയുന്നുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത്, ഇത് സ്വർണം തന്നെയാണ്. എന്താ രേവതി ഇത്, ഞാനെന്താ പുറമേ ഉള്ള ഒരാളാണോ, ഇത് കണ്ടാൽ തന്നെ അറിയില്ലേ കവറിംഗ് ആണെന്നുള്ള കാര്യം. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് കേട്ടോ, അല്ല മഹിമേ എന്തിനാണ് രേവതി കള്ളം പറയുന്നത്, ഇത്രയും നാള് ചെറിയൊരു പ്രശ്നം കാരണം അവള് സ്വർണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് നിങ്ങൾ കണ്ടില്ലല്ലോ. ഇത്ര നാള് അവളുടെ സ്വർണ്ണമൊക്കെ ചന്ദ്രയുടെ കയ്യിലായിരുന്നു. ഇല്ല രവിയേട്ടാ, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കവറിംഗ് പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം മഹിമ വീണ്ടും പറയുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. അതെങ്ങനെ നിനക്ക് കണ്ട ഉടനെ തന്നെ മനസ്സിലാകുന്നത്, അത് സെലക്ട് ചെയ്തത് ഞാനും കൂടി ചേർന്നിട്ടാണ്, അതെന്താ എനിക്ക് കണ്ട അറിയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം, രേവതി എന്താ സ്വർണ്ണം ഇടാൻ വേണ്ടി പാടില്ല എന്ന് മറ്റോ ഉണ്ടോ, ഇല്ല എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നി എന്നുള്ള കാര്യം മഹിമ പറയുമ്പോഴേക്കും വീണ്ടും പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതി കൊടുക്കുന്നുള്ള കാര്യം അറിയാലോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അല്ല ഫംഗ്ഷൻ ആയതുകൊണ്ട് അവള് പോളിഷ് ചെയ്തിട്ടതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും, ഇപ്പൊ അത് സ്വർണ്ണമാണെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് ബില്ല് കാണിക്കണോ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ മഹിമയുടെ അടുത്ത് അച്ഛമ്മ. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉരച്ചു നോക്കണം എന്നുള്ള കാര്യം പറയല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ അങ്ങനെയൊന്നുമില്ല, കണ്ടപ്പോ എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അത് വിഷമാവില്ലേ. അപ്പോഴേക്കും മഹിമയാണെന്നുണ്ടെങ്കിൽ സോറി രേവതി ഞാൻ അങ്ങനെ വിചാരിച്ച് ചോദിച്ചല്ല എന്ന് പറയുന്നുണ്ട്. രേവതി ആണെങ്കിൽ തലതാത്തിട്ട് അവിടെ നിന്ന് പോവുകയാണെ. അപ്പോഴേക്കും വർഷയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്, അമ്മേ അവരെന്ത് സ്വർണ്ണിട്ട് കഴിഞ്ഞാലും അമ്മയ്ക്ക് എന്താ പ്രശ്നം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ മഹിമേ. അവർ പോയി കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞതിലൊന്നും മനസ്സിൽ വെക്കരുത് എന്നുള്ള കാര്യം ലക്ഷ്മിയുടെ അടുത്ത് രവി പറയുമ്പോഴേക്കും, ഇല്ല ഞാനൊന്നും മനസ്സിൽ വെച്ചില്ല, പക്ഷെ അവര് കവറിംഗ് ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും എല്ലാവരും വന്ന് ഇരിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ അപ്പോ ദേവു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിയെ ഇങ്ങനെ നോക്കുവാണ്. പക്ഷെ രേവതി ആണെന്നുണ്ടെങ്കിൽ വേഗം ദേവുവിന്റെ അടുത്ത് നിന്ന് ഗ്ലാസ് മേടിച്ചിട്ട് അങ്ങ് അടുക്കളയിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ദേവുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെയോ ഒരു കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിലെ എന്നുള്ള കാര്യം. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഭാവം പറയുന്നുണ്ട്, നീ ഇരിക്കി, ഞാൻ വിചാരിച്ചു ഇനി ഉരച്ചു നോക്കോ എന്നുള്ള കാര്യം, എന്തായാലും നീ തൽക്കാലം രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് ഭാമ പറയാണേ. സുധിയും അതുപോലെ തന്നെ അതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ എന്താന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ